Hello guys, welcome back to my channel. 250 വർഷത്തിലധികം ജീവിച്ചിരുന്ന ശിവന്റെ അവതാരം എന്നറിയപ്പെടുന്ന ഒരു സന്യാസിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1607 ആന്ധ്രാപ്രദേശിലെ വിജയനഗരയിൽ ശിവരാം എന്ന പേരിൽ ജനിച്ച് 1887 സമാധിയായ ത്രൈലംഗ സ്വാമിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇദ്ദേഹത്തെ യോഗി ഓഫ് വാരണാസി എന്നും അറിയപ്പെടുന്നു. 1669 ഇദ്ദേഹത്തിന്റെ അമ്മയുടെ മരണശേഷം ഒരു ശ്മശാനത്തിന് അരികിൽ താമസിച്ച് തീവ്രമായ ആത്മീയ പരിശീലനം ചെയ്യുമായിരുന്നു. ഇദ്ദേഹം സ്വാമി ഭഗീരഥാനന്ദ സരസ്വതിയെ 1679 കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കീഴിൽ സന്യാസിയായി 1685 സ്വാമി ഗണപതി സരസ്വതി എന്നും പേരുമാറ്റി. 1733 പ്രയാഗ്രാജിൽ എത്തി 1737 വാരണാസിയിൽ സ്ഥിരതാമസം ആക്കിയിരുന്നു. അവിടെ വച്ചാണ് അദ്ദേഹത്തെ ശ്രീ ത്രൈലംഗസ്വാമി എന്ന് അറിയപ്പെടുന്നത്. തീവ്രമായ ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും പല സിദ്ധികളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അപൂർവമായാണ് ഭക്ഷണം കഴിച്ചിരുന്നു എങ്കിലും 300 പൗണ്ടിന് മേളിൽ ശരീരഭാരം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രായത്തിനോ അത്ഭുതങ്ങൾക്കോ സയന്റിഫിക് പ്രൂഫ് ഇല്ലെങ്കിലും അത്തരം തീവ്രമായ പരിശീലനങ്ങളിലൂടെ ഒരാൾക്ക് ദീർഘായുസ് നേടാൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നു. മണിക്കൂറുകളോളം അദ്ദേഹം ഗംഗാനദിയിൽ പൊങ്ങിക്കിടക്കുന്നതും നീന്തുന്നതും പലരും കണ്ടിട്ടുണ്ട്. ശിവഭഗവാന്റെ മനുഷ്യരൂപമായിട്ടാണ് പലരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നത്. ഒരു പ്രാവശ്യം ശ്രീരാമകൃഷ്ണ പരമഹംസ വാരണാസി ചെന്നിരുന്ന സമയത്ത് ത്രൈലംഗസ്വാമിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകാനുള്ള ആഗ്രഹം പറയവേ ത്രൈലംഗസ്വാമി സമയക്കുറവ് കാരണം അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസ ഇതും ആലോചിച്ച് തിരിഞ്ഞു പോകാൻ ഇരിക്കവേ ത്രൈലംഗസ്വാമിയുടെ സ്ഥാനത്ത് സാക്ഷാൽ വിശ്വനാഥ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ അഭിപ്രായം ഇതായിരുന്നു: ത്രൈലംഗസ്വാമി ശരീരം സ്വീകരിച്ചു എന്നാലും അദ്ദേഹം സാക്ഷാൽ വാരണാസിയിലെ ശിവൻ തന്നെയാണ് എന്നതായിരുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.